ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ കുർമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കുർമയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു 8-10 ബീൻസ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തേക്കണത്. ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ വേവണ സമയം കൊണ്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനൊരു മിക്സി ബൗൾ എടുക്കുക. അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 8 കാഷ്യൂ നട്ട്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മതി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സവാളയുടെ ചെറിയ കഷ്ണം കൂടെ നമുക്ക് മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഏലക്ക, 2 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, 4-5 കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. ഇതാ നമ്മുടെ അരപ്പ് റെഡിയാണ്. ഒരു വിസിൽ വന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് പ്രസ് ചെയ്ത് നോക്കുക. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇനി നമ്മുടെ പച്ചക്കറിയിലേക്ക് നമ്മൾ അരച്ചില്ലേ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് നേരം തിളപ്പിക്കണം. അപ്പോൾ കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. നമ്മുടെ കുറുമ ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള വെജിറ്റബിൾ കുറുമ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.